ഇത് മാരുതിയുടെ ഒരു പെട്രോൾ സ്വിഫ്റ്റാണ്. വാർണിംഗ് ലൈറ്റ് കത്തിയും പിന്നെ എ സി റൂം വല്ലാത്ത സ്മെല്ലുമാണ്. നമ്മളത് ചെക്ക് ചെയ്തപ്പം കണ്ട കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നത്. ഇതെല്ലാവരും കാണേണ്ട കാര്യം തന്നെയാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലോർ വയറിംഗ് കിറ്റ് മൊത്തം എലി കട്ട് ചെയ്ത് കളഞ്ഞ്. കണ്ടോ? ഫ്ലോർ വയറിംഗ് കിറ്റ് മാത്രമല്ല, സീറ്റിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. നമ്മളെല്ലാവരും വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കഴിയുന്നതും ബേക്കറി സാധനം അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളൊന്നും വാഹനത്തിനകത്ത് വെച്ച് കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം എല്ലാം എടുത്ത് കളയണം. വാഹനത്തിൻ്റെ ചുവട്ടിൽ മാത്രം ഒരു കാരണവശാലും ഇടരുത്. നമ്മൾ വീട്ടിൽ പാർക്ക് ചെയ്താലും കാർ പോർച്ചിലാണല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടാതിരിക്കാൻ കഴിയുന്നത് ശ്രമിക്കുക. പിന്നെ നമ്മൾ പലയിടത്തൊക്കെ പോകുമ്പോൾ ഈ എവിടെയെങ്കിലും കൊണ്ടിടുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിലേ നിങ്ങൾ കയറാനുള്ള വകുപ്പുണ്ട്. ഇത് കയറാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ കയറുന്നത്. ഇതിപ്പോൾ ഫ്ലോറിലെ വയറിംഗ് കിറ്റ് മൊത്തം മാറണം. കണ്ടോ? അത് മൊത്തം അഴിച്ച് മാറണം. മാറാതെ ഒരു രക്ഷയില്ല. ഇതിനുണ്ട് 8-9 രൂപ വരുന്ന ഈ വയറിംഗ് കിറ്റൊന്ന് മാറാൻ പോയി കഴിഞ്ഞാൽ. ഇത് പഴയ വയറിംഗ് കിറ്റ്. അത് ഈ ഭാഗം കണ്ടോ, കൗൾ ടോപ്പ് ഗാർണിഷിൻ്റെ ഈ വെൻറ്റിന് വഴിയാണ് എലി അകത്ത് കയറുന്നത്. നമ്മളിത് ഈ ഭാഗം നെറ്റ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കയറാൻ സാധ്യത കുറവാണ്, കയറത്തില്ല. ഇത് പുതിയ വയറിംഗ് കിറ്റ് ഇടുന്ന ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ഞാൻ വാഹനം ഓടിച്ച് നോക്കുന്നു. ഇപ്പോൾ ആ ലൈറ്റെല്ലാം കെട്ടു. കണ്ടോ? ഇനി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുഴപ്പമൊന്നുമില്ല, വാഹനം കൊണ്ടുപോകാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും വാഹനം യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ അശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഉണ്ടായിരിക്കും, ശ്രദ്ധിക്കുക. ഓക്കെ.